ഇന്നൊരു മാങ്ങ അച്ചാർ തയ്യാറാക്കാം. വളരെ പെട്ടെന്ന് തന്നെ. ആദ്യം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്തിളക്കി വയ്ക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ മാങ്ങയുടെ കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ മാങ്ങയുടെ കൂട്ട് തയ്യാറാക്കാനായി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാനിലേക്ക് ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതേ നല്ലെണ്ണയാണ് കേട്ടോ, പണ്ടത്തെ. ഇനി ഇതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ കടുക് പൊടിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരല്പം കടുക് താളിക്കുന്നതിന് വേണ്ടി ഒരല്പം കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുകെല്ലാം ഇവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4-5 പാൽമുളകും ഒരു 5 അല്ലി വെളുത്തുള്ളിയും നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ വെളുത്തുള്ളിയും പച്ചമുളകൊന്നും നന്നായി മൂത്തൊന്നും കിട്ടണ്ട. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഇറക്കി വെച്ചിട്ടാണ് മുളക് പൊടി ഇടുന്നത്, അല്ലെങ്കിൽ ഇത് പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു 2 സ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, നമ്മുടെ ചെറിയ ഒരു കുഞ്ഞു സ്പൂണിന് ഇതിന് കണക്കാക്കിയിട്ട് 1 സ്പൂൺ കായപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. അതാണ് ഈ ഭാഗത്ത് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചേർത്തിളക്കി ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറിയിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുത്ത് ഇതൊന്ന് തണുക്കാൻ വയ്ക്കണം. ഇത് തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഞാൻ മാങ്ങ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ പൊടികളൊന്ന് ഒരു 3-4 മിനിറ്റ് ഒന്ന് എണ്ണയിലിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൂട്ടിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടും കൂടി മാങ്ങ കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കൂട്ടിലേക്ക് ആവശ്യമായ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തണുക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാങ്ങയുടെ കൂട്ട് ഇവിടെ തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ചേർത്തിളക്കാം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളാരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഈ മാങ്ങ അച്ചാർ. നമുക്ക് വലിയ താമസമൊന്നുമില്ല. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുത്തതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ കൂട്ടിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കും. അപ്പോൾ നമ്മുടെ മാങ്ങയെല്ലാം ഞാൻ ഈ കൂട്ടിലേക്ക് നന്നായി ചേർത്തിളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായി ചേർക്കേണ്ടത് ഒരല്പം കടുക് വറുത്ത് പൊടിച്ചത് കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരല്പം നല്ലെണ്ണയിലാണ് കടുക് വറുത്ത് പൊടിച്ചതിട്ട് ഇളക്കി അതിലെ മാങ്ങയിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂൺ പൊടിച്ചെടുത്ത കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 1 സ്പൂൺ കടുക് നമ്മുടെ എണ്ണയിലേക്ക് ചേർക്കുവാണ്. ഇതുകൂടെ നമ്മുടെ ആ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ തന്നെയാണ് ഒരു കൈകൊണ്ട് തന്നെ ഫോണ് പിടിച്ചിട്ടാണ് ഈ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ചില പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കണ്ടിട്ട് സ്കിപ്പ് ചെയ്തൊന്നും പോയേക്കരുത്. കണ്ട് നിങ്ങളിതൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വറുത്ത് പൊടിച്ച കടുക് ഇതിൽ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒരു കുപ്പിയിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ മാങ്ങയിലേക്ക് ഞാൻ കടുക് വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം ഈ അച്ചാറിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറന്നു പോകരുത്. ഒപ്പം തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ കൂട്ടുകാരെ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അച്ചാറാണ്. അതുപോലെ തന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, ഒട്ടും ഈർപ്പം പാടില്ല. നമ്മൾ മാങ്ങ അത് തയ്യാറാക്കുന്ന സമയത്ത് മാങ്ങ കഷ്ണങ്ങളാക്കുന്നതിന് മുന്നേ മാങ്ങ കഴുകി തുടച്ച് വെള്ളമെല്ലാം മാറിയതിന് ശേഷമാണ് കഷ്ണങ്ങളാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ വെള്ളം തൊടാതിരുന്നാൽ മാത്രമേ ഒരുപാട് ദിവസം കേടുകൂടാതെ ഇരിക്കൂ.
അപ്പോൾ ഈർപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടാറ്റ, അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.